ഹലോ എവരിവൺ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഒരുപാട് വൈകിയിരിക്കുന്നു, അതുപോലെ അറിയാം. ബാക്ക്ഗ്രൗണ്ടിലൊരു ഇടിച്ച് പൊളിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് കാരണമാണ് വേണ്ടെന്ന് വെച്ച് ഇത്രയും ഡിലേ ആയിപ്പോയത് കേട്ടോ. എന്തായാലും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഒന്ന് കണ്ടു നോക്കാം, മനസ്സിലാവുന്ന അത്രയും കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ NPV എങ്ങനെ ചെയ്യുന്നത് നേരത്തെ കണ്ടോ. ഇവിടെ NPV ഉൾപ്പെടെ 3 എണ്ണം വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അരവിന്ദ് മോട്ടേഴ്സ് അവരെന്ത് ചെയ്യുന്നു, അവർ നമുക്ക് 2 പ്രോജക്റ്റ് ഇരിപ്പുണ്ട്. 2ലും അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക 10,000 തന്നെയാണ്. 2ലും അവർ കാത്തിരിക്കേണ്ട കാലം 5 വർഷം തന്നെയാണ്. അപ്പോൾ കമ്പനി പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ 10% എന്ന് പറയുന്നു. അത് നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല. ആ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത് NPV കണ്ടുപിടിക്കാനാണ്, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുള്ളതുകൊണ്ട് ആ 10% നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇനി യാതൊരു പ്രസക്തിയുമില്ല. ഇനി ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് പറയുന്നു നമ്മൾ 50% എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ടും പറയുന്നുണ്ട് ഡിപ്രിസിയേഷൻ ഒരു സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ ചെയ്യുന്നുണ്ട്. ഡിപ്രിസിയേഷൻ നമ്മൾ കണക്കാക്കത്തില്ല. നമ്മൾ ക്യാഷ് ഫ്ലോ എടുക്കുന്ന ഡിപ്രിസിയേഷൻ്റെ കാര്യം ഇപ്പം ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത് ടാക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഈ 2 പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. 2 പ്രോജക്റ്റിൽ നിന്നുള്ള പേ ബാക്ക് പീരീഡ് വെച്ചിട്ടും അല്ലാതെ NPV വെച്ചിട്ടും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് വെച്ചിട്ടും കമ്പയർ ചെയ്യുക. ഏതാണ് ഏറ്റവും മനസ്സിലുള്ളത് കമ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ആദ്യമേ നോക്കുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്രയാണ്, 10,000 രൂപ. ഞാൻ അത്ര സമയം എടുത്ത് പോകുന്നില്ല, ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് പഠിക്കാനൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പേ ബാക്ക് പീരീഡ് അനുസരിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ആദ്യത്തെ വർഷം ഇവിടെ എത്ര കിട്ടി, പ്രോജക്റ്റ് 1ൻ്റെ കാര്യമാണ്, 4,000 കിട്ടി. രണ്ടാമത്തെ വർഷം പിന്നെ 4,000, 8,000. മൂന്നാമത്തെ വർഷം എത്ര കിട്ടി, 8,000 + 4,000, 12,000 കിട്ടി. അതിനർത്ഥം എന്താ, നമുക്ക് എപ്പോഴാണ് ഈ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത 10,000 തിരിച്ച് കിട്ടുന്നത്, ഈ 10,000 തിരിച്ച് കിട്ടുന്നത് രണ്ടാമത്തെ വർഷത്തിൻ്റെയും മൂന്നാമത്തെ വർഷത്തിൻ്റെയും ഇടയ്ക്കാണ്. ഓക്കെ, അല്ലാതെ കൃത്യം ഒരു ഇതിലല്ല നമുക്ക് എന്ത് കിട്ടുന്നത്, പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 10,000 തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് ആ കൃത്യം വർഷം എന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഒരു ഓപ്ഷൻ തരാം നിങ്ങൾക്ക് ആ ഫോർമുല പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ റിക്കവറി ഉണ്ടാകുന്നത് രണ്ടാമത്തെ വർഷത്തിൻ്റെയും മൂന്നാമത്തെ വർഷത്തിൻ്റെ ഇടയ്ക്കാണെന്ന് എഴുതി വെച്ച് ആൻസർ അവസാനിപ്പിക്കാം, തെറ്റില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്, ആക്യുറേറ്റ് അല്ലെന്നുള്ള ആൻസർ. ഇനി നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തിന് ശേഷമാണ്, രണ്ടാമത്തെ വർഷത്തിൻ്റെ മൂന്നാമത്തെ വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ഇയറിലാണ്, അത് ഇപ്പം 2 വർഷവും ഇത്ര മാസവും കഴിഞ്ഞപ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ 10,000 തിരിച്ച് കിട്ടുന്നത്. അത് എപ്പോഴും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. 2 വർഷം പ്ലസ് യഥാർത്ഥത്തിൽ 3 വർഷം കൊണ്ട് കിട്ടിയ 12,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ മൂന്നാമത്തെ വർഷം കിട്ടിയ പൈസ, അതായത് 2 + 2,000 ഡിവൈഡഡ് ബൈ 4,000. കുറച്ചും കൂടെ തെളിച്ച് പറഞ്ഞാൽ എന്താണ്, 2.5 വർഷം കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ 10,000 പ്രോജക്റ്റ് 1ൽ നിന്ന് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല എന്താണ് സാധനം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് തിരിച്ച് കിട്ടി എന്നുള്ളതാണ്. വെറുതെ പറഞ്ഞാൽ 2 വർഷത്തിൻ്റെ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് കിട്ടിയെന്ന് പറയാം. പ്രോപ്പർ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ കിട്ടിയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 2 + 3 വർഷം കൊണ്ട് കിട്ടിയ പൈസ മൈനസ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയത് പൈസ ഡിവൈഡഡ് ബൈ മൂന്നാമത്തെ വർഷം എത്ര രൂപ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 2.5 എന്ന് കിട്ടും. ഇതേ സാധനം നമ്മൾ എവിടെയും ചെയ്ത് നോക്കണം, പ്രോജക്റ്റ് 2ലും ചെയ്ത് നോക്കാം. ഇവിടെ കറക്റ്റ് അല്ല, കിട്ടുന്നില്ല. 6, 3, 9, 9, 2, 11,000 കിട്ടുന്നു. അതായത് മൂന്നാമത്തെ വർഷം എത്തുമ്പോൾ അവിടെ 11,000 രൂപ കിട്ടുന്നു. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വർഷത്തിൻ്റെ മൂന്നാമത്തെ വർഷത്തിൻ്റെ ഇടയ്ക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ എത്രാമത്തെ വർഷമാണ് കിട്ടുന്നതെന്ന് നോക്കുന്നു. വീണ്ടും ദ സെയിം പ്രൊസീജിയർ, രണ്ടാമത്തെ വർഷം പ്ലസ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയതെത്തിയ മൂന്നാമത്തെ വർഷത്തിൽ 11,000 മൈനസ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്നത് 10,000 ഡിവൈഡഡ് ബൈ അവസാനത്തെ വർഷം കിട്ടുന്ന 2,000 ആണ്. അപ്പോൾ 2 + 1,000 അല്ലേ, 1,000 ഡിവൈഡഡ് ബൈ എത്ര വരും, 2,000 വരും. എഗെയിൻ 2.5 ഇയേഴ്സ് ആണ്. അപ്പോൾ പേ ബാക്ക് പീരീഡ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ, പേ ബാക്ക് പീരീഡ് മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ 2 പ്രോജക്റ്റ് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നി, ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് തോന്നി. ഇതിൽ ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. വേറൊന്നുമല്ല, ഈ പറഞ്ഞ എമൗണ്ടുകളുടെ പകുതി വേണം എടുക്കാൻ. ഓക്കെ,
50% ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്തെടുക്കാം? ക്യാഷ് ഫ്ലോ. ഇങ്ങനെ എടുക്കരുത്, പകുതി വേണം എടുക്കാൻ. ഓക്കെ, ഞാൻ അതും കൂടെ പറയുന്നില്ല, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും വിചാരിച്ച് ഒഴിവാക്കിയതാണ്. ഒന്നുമില്ല, ഇപ്പോൾ ഈ 4000 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എടുക്കാം? ആൻസർ 2000 എടുക്കാവൂ. അപ്പോൾ അടുത്ത അവിടെ 6000 തന്നിട്ടുണ്ട്, നിങ്ങൾ എത്ര എടുക്കാം? 3000 എടുക്കാവൂ. കാര്യം 50% നമ്മൾ ടാക്സ് പോകുന്നുണ്ട്. ടാക്സ് പോയതിന് ശേഷമുള്ള എമൗണ്ട് എടുക്കാവൂ. ഞാൻ അതും കൂടെ വെച്ച് പറയാത്തത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അധികം വരുന്നുണ്ട്, അതാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കണ്ടുപിടിക്കുക, എന്താണ് ടാക്സിന് ശേഷമുള്ള പൈസ കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നീട് ആ ഒരു എമൗണ്ട് വെച്ചാണ് കാൽക്കുലേഷൻ ചെയ്ത് പോകാൻ. ഇനിയുള്ളത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പേ ബാക്ക് പീരീഡ് ചെയ്തു. പേ ബാക്ക് പീരീഡ് മെത്തേഡ് ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടും എടുക്കുന്നതിൽ തെറ്റില്ല. ഈ രണ്ട് മെത്തേഡ് ഒരുപോലെയാണ് നമുക്ക്, അതുകൊണ്ട് എടുക്കുന്നതിൽ തെറ്റില്ല. വേണമെങ്കിൽ അവിടെ നമുക്ക് പ്രോജക്റ്റ് 2 കൺസിഡർ ചെയ്യാമെന്ന് എഴുതാം. കാര്യം ആദ്യം 6000 തിരിച്ച് കിട്ടുന്നുണ്ട്. പ്രോജക്റ്റ് 2 വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നവിടെ എഴുതാം. പോട്ടെ. ഇനി അടുത്ത മെത്തേഡ് പറയുന്നത് NPV മെത്തേഡാണ്. NPV മെത്തേഡ് കണ്ടെത്താൻ ഒരു പാടുമില്ല, അറിയാമല്ലോ. എന്ത് ചെയ്യുക? ഇതേ ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പ്രോജക്റ്റ് 1ൻ്റെ ഇപ്പം നമ്മൾ എഴുതേണ്ട സ്റ്റെപ്പ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യാത്തത്. ഒന്നും കൂടെ പറയുന്നു. ഹെഡിങ്സ് എന്താണ്? ഇയർ എഴുതും. നമ്മൾ ഇയർ എഴുതി കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ എത്രയാണ് ഓർക്കുക. ക്യാഷ് ഫ്ലോ എഴുതേണ്ട ഏതാണ്? ഈ 4000 അല്ല, ഇതിൻ്റെ പകുതിയാണ്. കാര്യം 50% ടാക്സ് പോകുന്നുണ്ട്. എന്നിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എഴുതുക. ഈ തന്നിരിക്കുന്നത് കൊണ്ട് അതേപോലെ എടുത്ത് എഴുതുക. പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് എഴുതുന്നു. ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കിട്ടുന്നു. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഇയർ എഴുതുന്നു. ക്യാഷ് ഫ്ലോ ഈ തന്നിരിക്കുന്ന തുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 50% ടാക്സ് പറഞ്ഞുകൊണ്ട് അത് കുറഞ്ഞിട്ടുള്ള 50% കുറച്ചിട്ടുള്ളത്, നേരെ പകുതി. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇത് തന്നെയാണ്. ഓരോ വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വരുന്നത്. അതാത് വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അതേപോലെ എടുത്ത് എഴുതുക. ഈ എമൗണ്ട് രണ്ട് പ്രോജക്റ്റ് 1 പ്രോജക്റ്റ് 2 ആയിരുന്നാലും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ സെയിം ആണ്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് എഴുതുക. ഈ തന്ന ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യുക. ഒരു ആൻസർ ഇവിടെ കിട്ടും. ഇങ്ങനെ എല്ലാം കിട്ടും. 5 വർഷത്തെ ആൻസർ കിട്ടും. അതിൻ്റെ സം എടുക്കുക. അതിനെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NPV ആണല്ലേ. NPV എന്താണെന്ന് നമുക്കറിയാമല്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ടോട്ടൽ ഉണ്ടല്ലോ, ആ ടോട്ടൽ മൈനസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 10000 രൂപ. ഈ പരിപാടി പ്രോജക്റ്റ് 1 പ്രോജക്റ്റ് 2 ചെയ്ത് നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ഹയസ്റ്റ് എമൗണ്ട് കിട്ടുന്നത്, അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റായിട്ട് പറയാം. ഓക്കെ, ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്ത് കണ്ടുപിടിച്ചത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയുടെ ടോട്ടൽ കണ്ടുപിടിച്ചില്ലേ? ആ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റായ 10000 രൂപ. ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഇവിടെ നമുക്ക് ഒരു പെർസെൻറ്റേജ് ആയിട്ടോ പോയിൻ്റ് ആയിട്ടോ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. 0.5 എന്നോ 0.1 എന്നൊക്കെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. എന്ത് ചെയ്യുക? ഇത് പ്രോജക്റ്റ് 1 ചെയ്ത് നോക്കുക. പ്രോജക്റ്റ് 2 ഇതേ പരിപാടി ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 ഡിഫറൻറ്റ് ആൻസർ കിട്ടും. അതിൽ ഏറ്റവും ഹൈയസ്റ്റ് ഏതാണോ അതിനെന്തായിട്ട് എടുക്കാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റായിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഓട്ടിച്ചെന്ന് പറഞ്ഞതാണ്. ലാസ്റ്റ് മൊമെൻ്റ് ആയിട്ട് ഓരോ കണക്ക് വരുന്നത് ചെയ്യുന്നില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.